സ്വർഗമേ അവിടുന്ന് ഇടയാക്കണമേ. കടന്നു വരാൻ ആഗ്രഹിച്ച് വഴിയാതല്ലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എത്രയും വേഗം അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ. ആര് സഭായങ്ങളെ ഉപേക്ഷയായി വിചാരിപ്പാൻ അവിടുന്ന് സമ്മതിക്കല്ല കർത്താവേ. ഈ ആരംഭ പ്രാർത്ഥന മുതൽ ആശീർവാദം പറയുന്നവരെയോ പരിശുദ്ധാത്മാവ് തന്നെ കർത്താവേ ഈ സഭായുഗത്തെ ലീഡ് ചെയ്യുവാൻ സ്വർഗം അവിടുന്ന് ഇടയാക്കണമേ. നിന്റെ ദാസിദാസന്മാർക്ക് പാടുവാനോ ആരാധിപ്പാനുള്ള കൃപ കർത്താവേ അവിടുന്ന് പകർന്നു തരുമാറാകണമേ. യെരൂശലേം ദേവാലയത്തിൽ കർത്താവേ നിന്റെ ജനം നിന്നെ പാടി ആരാധിച്ചപ്പോൾ സ്വർഗീയ തേജസ്സ് ഇറങ്ങിയതുപോലെ ഈ രാത്രികാലം അവിടുത്തെ മന്ദിരങ്ങളായ ആലയങ്ങളിലേക്ക് അവിടുത്തെ തേജസ്സ് ഇറങ്ങുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ. കാത്തിരിക്കുന്നവൻ ശക്തിയെ പുതുക്കുവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറുമെന്നുള്ള ദൈവത്തിന്റെ വചനപ്രകാരം പരിശുദ്ധാത്മ മണ്ഡലങ്ങളിലേക്ക് ചിറകടിച്ച് കയറുവാൻ എല്ലാവരെയോട് സഹായിക്കണമേ. ദർശനങ്ങളെ തരണമേ, വെളിപ്പാടുകളെ തരണമേ, കൃപാവരങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കുമാറാകണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. വിശ്വസിക്കുന്നതിനുള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന് നദികൾ ഒഴുകുമെന്ന് പറഞ്ഞ പ്രകാരം ഇന്ന് രാത്രികാലം ജീവജല നദി ഓരോ ഉള്ളങ്ങളിൽ നിന്ന് കവിഞ്ഞൊഴുവാൻ ഈ ദേശത്തേക്ക് അത് വ്യാപിക്കുവാൻ അത് പരക്കുവാൻ അനേക മത്സ്യങ്ങൾ ജീവിച്ചെഴുന്നേൽക്കുവാൻ ഹല്ലേലൂയ. സ്വർഗമേ അവിടുന്ന് സഹായിക്കണം. ജനത്തിന് കൊടുക്കേണ്ട ദൂതകൾ ആലോചനകൾ ആത്മനിറവോടെ പ്രസ്താവിപ്പാൻ ഈ രാത്രികാലം അവിടുന്ന് സഹായിക്കണമേ. അവിടുത്തെ നാമം ഞങ്ങളുടെ മഹത്വമെടുക്കട്ടെ. ഈ രാത്രികാലം നിന്റെ ജനം കർത്താവേ ആമേ പ്രത്യേക വിഷയങ്ങളുമായി കടന്നു വന്നിട്ടുണ്ടെങ്കിൽ വിടുതൽ പ്രാപിച്ചു മടങ്ങി പോകുവാൻ, സന്തോഷം പ്രാപിച്ചു മടങ്ങി പോകുവാൻ, സമാധാനത്തോടെ മടങ്ങി പോകുവാൻ, സൗഖ്യത്തോടെ മടങ്ങി പോകുവാൻ, ആരോഗ്യത്തോടെ മടങ്ങി പോകുവാൻ സ്വർഗമേയോട് സഹായിക്കണം. അത്ഭുതങ്ങളെ പ്രവർത്തിക്കണം. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ക്രിസ്തയേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Praise the Lord. Hallelujah. Praise to Jesus. Praise the Lord. Hallelujah. Amen. Hallelujah. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സാന്നിധ്യം ആമേൻ. അത് എത്ര പേര് ഈ ഹാളിൽ രുചിച്ചറിയുന്നുണ്ടെന്ന്. ഹല്ലേലൂയ. അളവ് കൂടാതെ പറയുന്നൊരു കർത്താവ് ഹല്ലേലൂയ പറയും. അത് മുട്ടോളമല്ല അരയോളമല്ല നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്തൊരു അഭിഷേകം. നമ്മൾ വ്യാപരിപ്പാൻ കൊതിയുള്ളവർ വാഞ്ചിക്കുന്നവർ ഉച്ചത്തിൽ വയ്യ തുറക്കുമ്പോൾ ഹല്ലേലൂയ അളവ് കൂടാതെ പറഞ്ഞൊരു കർത്താവ് നമ്മുടെ ബുദ്ധിയുണ്ട് ആമേൻ. അത് കുഞ്ഞുങ്ങളെല്ലാം ഹല്ലേലൂയ ആ പഴയ സമയങ്ങളിൽ ഹല്ലേലൂയ ആരാധിച്ച പോലെ ആമേൻ നമ്മുടെ കർത്താവിന് മധ്യം ഉണ്ടെന്ന് പറഞ്ഞ് തന്നെ കണ്ണടച്ച് കരങ്ങളെ തട്ടി കർത്താവിൻ്റെ വലിയ സാന്നിധ്യം അളവ് കൂടാതെ പറയുന്ന കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യമുണ്ട്. അത് അനുഭവിച്ചറിയാൻ ആഗ്രഹമുള്ളവർക്കെല്ലാം അളവ് കൂടാതെ നൽകുന്നൊരു കർത്താവ് നമ്മുടെ മധ്യമുണ്ട്. അതുകൊണ്ട് ഹല്ലേലൂയ ഉച്ചത്തിൽ വാ തുറന്ന് ആരാധിക്കാം. ഹല്ലേലൂയ കർത്താവ് അന്യഭാഷയിൽ ഹല്ലേലൂയ കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ 2-3 നാമത്തെ ഇവിടെ കൂടിയാലും മധ്യ കർത്താവുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. അത് ഉറപ്പായിട്ടും ഹല്ലേലൂയ രുചിച്ചറിയണം നമ്മൾ. അതുകൊണ്ട് നമുക്ക് പറയാം, ഒരു വിഷയം ഒന്ന് പാടാം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ
പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീന്തിയിട്ടല്ലാതെ കടപ്പാനാകരുതേ. അളവില്ലാതെ 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 നിറയണമേ. അളവില്ലാതെ നിറയണമേ. അവിടുത്തെ അറിഞ്ഞിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വെച്ചിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അടുത്തന്നെ അറിഞ്ഞിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. ആശ്രയം വെച്ചിടാൻ ആരും എനിക്കില്ലേ, അവിടുത്തെ സാന്നിധ്യമല്ലാതെ. അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ, അകന്നെന്നെ മാറരുതേ, അടുത്തെന്നും വേണമേ. ആത്മാവിൻ നല്ല സഖിയേ. അളവില്ലാതെ 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 നിറയണമേ. അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. 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 അളവില്ലാതെ നിറയണമേ. ഓ, അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ.
പരിശുദ്ധാത്മാവേ അധികമായി എന്നിൽ നിറയണമേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് 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 മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ. അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ, അത് മുട്ടോളം പോരായേ, അരയോളം പോരായേ. നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ, നീട്ടിട്ടല്ലാതെ കടപ്പാനാകരുതേ. പരിശുദ്ധാത്മാവേ അളവില്ലാതെ നിറയണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ അധികമായി നിറയണമേ. ആരാധിക്കുമ്പോൾ വിടുതൽ ഒരുമിച്ച് ചേർന്ന് പാടി കർത്താവെ സ്തുതിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാദം നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാദം നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവേ അവൻ വല്ലവേ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവേ അവൻ വല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാദം നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാദം നൽകിയിടും. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവേ അവൻ വല്ലവേ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവേ അവൻ വല്ലവേ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീനെല്ലാം ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെല്ലാം ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ല
വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. ദേഹം ദേഹി ആത്മാവിൽ സമാധാന സന്തോഷം ദാനമായി നാഥൻ നൽകിയിടും. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീർ കണ്ടെത്തും. യാചിപ്പീരെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീർ കണ്ടെത്തും. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവീൻ തുറക്കും സ്വർഗത്തിൻ കലവറ, പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. 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 വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന, ഫലിക്കും രോഗിക്ക് സൗഖ്യമാണ്. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ വല്ലഭൻ. വിടുതലെന്നും പ്രാപിക്കാം, വിടുതലെന്നും പ്രാപിക്കാം. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം,
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അതിൻ വലിപ്പമോ സാരമില്ല, അതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആടുമ്പോൾ, ഒന്നിച്ചു നാം ആടുമ്പോൾ വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ, വന്മാതിൽ വീഴും കാൽച്ചുവട്ടിൽ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. നാലു നാളായാലും നജം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. നാലു നാളായാലും നജം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാധാന്യ പ്രവൃത്തികൾ അഴിഞ്ഞിടും, സാധാന്യ പ്രവൃത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു. കൂടെ വരുവാൻ കർത്തരുണ്ട്, കൂടെ വരുവാൻ കർത്തരുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ
കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 4 നാളായാലും നാശം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. 4 നാളായാലും നാശം വമിച്ചാലും കല്ലറ മുൻപിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ മഹത്വം കാണും, വിശ്വസിച്ചാൽ നീ മഹത്വം കാണും. സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും, സാത്താന്റെ പ്രവൃത്തികൾ അഴിഞ്ഞിടും. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിനാളങ്ങൾ വെള്ളത്തിലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിനാളങ്ങൾ വെള്ളത്തിലോളങ്ങൾ എന്നെ തകർക്കുവാൻ സാധ്യമല്ല. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു, അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്നു. കൂടെ വരുവാൻ കർത്തനുണ്ട്, കൂടെ വരുവാൻ കർത്തനുണ്ട്. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ ഉണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. പരിശുദ്ധാത്മാവേ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവേ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോട് ജീവിതം തരയുന്ന ചെയ്യുവാൻ, ജയത്തോട് ജീവിതം തരയുന്ന ചെയ്യുവാൻ. തിരുകൃപയല്ലോ ശരണമതെന്ന് വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ. തിരുകൃപയല്ലോ ശരണമതെന്ന് വൻകടങ്ങളകറ്റാൻ കഴിവുള്ള പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോട് ജീവിതം തരയുന്ന ചെയ്യുവാൻ, ജയത്തോട് ജീവിതം തരയുന്ന ചെയ്യുവാൻ. മായയായി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ. മായയായി ലോകം തരും സുഖമെല്ലാം മറന്നു ഞാൻ ഓടുവാൻ തിരുരാജ്യം ചേരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോട് ജീവിതം തരയുക ചെയ്യുവാൻ, ജയത്തോട് ജീവിതം തരയുക ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. കുശവന്റെ കൈയിൽ പണിമണ്ണു പോലെ പണിയുക പരരെ. തിരുവിതം പോലെ കുശവന്റെ കൈയിൽ പണിമണ്ണു പോലെ പണിയുക പരരെ. തിരുവിതം പോലെ ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ജയത്തോട് ജീവിതം തരയുക ചെയ്യുവാൻ, ജയത്തോട് ജീവിതം തരയുക ചെയ്യുവാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. പരിശുദ്ധാത്മാവിൻ ശക്തിയാലേ നിറയ്ക്കണേ നാഥ, ശക്തരായി തീരാൻ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ, ആത്മചൈതന്യം എന്നിൽ പകരുക പരരെ. ആത്മസന്തോഷം കൊണ്ടു നിറയ്ക്കണേ പ്രിയരെ,
ദർശന താഴ്വരയിലേക്ക് ഓ ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ എല്ലാവരും വരുപോലെ കൃപാവരകളാകലേ വരുന്നത്. ഓരവരകതലം ഔടവരധികവരകതരോധികവരോധകരോധനം ഉടവരകതലം ഔടവരകതലകക്ഷരോധികവരോധനം ഉടവരകതലം ഔടവരധികവരധനകക്ഷരോധനം. തകർച്ചയുടെ മുഴക്കം പോലെ പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെ, തകർച്ചയുടെ മുഴക്കം പോലെ പെരുവെള്ളത്തിലെ ഇരച്ചിൽ പോലെ ദൈവ സാന്നിധ്യം ഇറങ്ങട്ട്. ദൈവത്തിന്റെ കൃപയുടെ വ്യാപാരം വെളിപ്പെട്ടു വരണ്ട്. അഗ്നിജാലുകളെ ചിരിക്കുന്ന ദൈവ സാന്നിധ്യം കാറ്റുകളെ തന്നെ ദൂതന്മാരോ അഗ്നിജാലുകളെ തന്നെ സൂക്ഷകന്മാരാക്കി തീർന്നു. ദൈവത്തിന്റെ സാന്നിധ്യം രാത്രികാലോ ഓ എല്ലാ ക്ഷീണങ്ങളും എല്ലാ രോഗശക്തികളും സ്വർഗത്തിനും ഭൂമിക്കും അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ജനത വിട്ടുപോറുണ്ട്. ഒരു വലിയ ഉണർവ് വ്യാപരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഇറങ്ങട്ട്. പരിശുദ്ധാത്മാവിന് വലിയ സാന്നിധ്യം ഇറങ്ങട്ട്. ഒന്നുമില്ലായ്മ സകലത്തെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ട്. ഉയർപ്പിന്റെ ശക്തി വെളിപ്പെട്ട്. പുനരുദ്ധാരണത്തിന്റെ ശക്തി വെളിപ്പെടട്ട്. മരിച്ചവരെ ജീവിപ്പിക്കവില്ലാതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി പർവ്വതങ്ങൾ മാറിപ്പോകും, കുത്തികൾ നീങ്ങിപ്പോകും, എങ്കിലും എൻ്റെ വേദന വിട്ടുമാറുകയില്ല. എൻ്റെ സമാധാനം നീക്കി പോകുകയുമില്ല എന്ന് അരുളി ചെയ്തവനായ കർത്താവ് ഈ രാത്രികാലം നമ്മുടെ മധ്യമുള്ളതിനാൽ കൃപയും കരുണയും നിറഞ്ഞവനായവൻ, ദീർഘക്ഷമയും ആദയമുള്ളവനായവൻ ഈ രാത്രികാലം നമ്മുടെ മധ്യ കടന്നു വന്നിരിക്കുക. നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, ചെങ്കടലിനെ വിഭാഗിക്കുന്നവൻ, യോർദാനെ പിൻവാങ്ങ് പറക്കുന്നവൻ, പർവ്വതങ്ങളെ മുട്ടാടുകളെ പോലെ കുതികളെ കുഞ്ഞാടുകളെ പോലെ തുള്ളിക്ക് പറക്കുന്ന ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഈ രാത്രികാലം വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയോ. ദൈവത്താൽ ഞാൻ മതിച്ചാടി കിടക്കുമെന്ന് പറഞ്ഞ പ്രകാരം ആത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെടുവാൻ ദുഷ്ടൻ ഉയർത്തിയിരിക്കുന്ന എല്ലാ മതിലുകളെയും താണ്ടി കിടക്കുവാൻ ആത്മാവിന് വലിയ ശക്തി രാത്രികാലം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പൗരോഹിതന്മാർ കാകളമൂതി ആമേൻ ജനം ഒരുമിച്ച് ആർപ്പിട്ടപ്പോൾ എരികോ മതിൽ തകർന്നു വിടുന്നതുപോലെ ഇന്ന് രാത്രികാല ദൈവജനത്തിന്റെ അനുഗ്രഹത്തിനെതിരെ വിടുതലുകൾക്കെതിരെ ഉയർന്നു നിൽക്കുന്ന എല്ലാ എരികോ മതിലുകളും സ്വർഗത്തിന് ഭൂമിക്ക് അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ രാത്രികാലം തകർന്നു മാറട്ടെ. തുടരമനകതര ബൗഡമനകതരാധകര തുടരമനകതല ഭൗഷ്യമനകതരാധന ഉടമനകതര ബൗഡമനരികമനകതരകസ്തരാധന ഓരികമനാധന ബൗഡമനരികമനാധന ധനമെല്ല കൃപാവന പ്രാപ്തരായിരുണ്ട്. അധികാരം സൂക്ഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടം ജനം എഴുതേണ്ടേ. ഹല്ലേലൂയ. ബാലന്മാർ, വൃദ്ധന്മാർ, യുവതികൾ, യുവാക്കന്മാർ എല്ലാവരും ഒരുപോലെ കൃപാവരങ്ങളാൽ നിറയപ്പെട്ട് കർത്താവിന് വേല ചെയ്യുവാൻ
ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന് ശക്തി പകർന്നുകൊണ്ടിരിക്കുക. നമുക്ക് സ്തോത്രം ചെയ്യാം. അഗ്നിജാലയ്ക്കകത്ത് കണ്ണോട് കൂടിയവൻ, പാറത്ത് പൊൻകൊച്ച കെട്ടിയവൻ, തീയിൽ ഊതി കഴിച്ച വെള്ളോട്ടിന് സദൃശ്യമായി കാലുകളുള്ളവൻ, ഹിമത്തെക്കാൾ വെണ്മയേറിയ മുടിയുള്ളവൻ, 10,000 അതിസുന്ദരനായവൻ, മറ്റാരെക്കാട്ടിലും ശ്രേഷ്ഠനായവൻ, ഈ രാത്രികാലം നമ്മുടെ മധ്യേ ഉള്ളതിന് പൈശാചിക അടിസ്ഥാനങ്ങളൊക്കെ ഈ രാത്രികാലം തകർത്തുകൊണ്ടിരിക്കുകയാൽ നമുക്ക് അവനെ മഹത്വപ്പെടുത്താം. പിന്തുടരും, പിടിക്കും, കൊള്ളവെങ്കിടുമെന്ന് പറഞ്ഞ് വാചരിക്കുന്ന ദുഷ്ടന്റെ അവകാശവാദങ്ങൾ സ്വർഗത്തിന് ഭൂമിക്കും അധികാരമുള്ള യേശുവിനെ നാമത്തെ ഇത് രാത്രികാലം തകർന്നു മാറിക്കൊണ്ടിരിക്കുക. ഈ കടൽ താണുപോകുന്ന പോലെ ദുഷ്ടശക്തികളെല്ലാം ഇത് രാത്രികാലം ഭൂമി പോയിരിക്കുക. അസാധ്യങ്ങള് സാധ്യമാക്കുന്ന നമ്മുടെ കർത്താവ് രാത്രികാലം നമ്മുടെ മധ്യ ഉള്ളതിനാൽ അവിടുത്തെ കരങ്ങളിലേക്ക് ഈ രാത്രികാലം നമ്മെ തന്നെ സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ദൈവസന്നിധാനത്തിൽ താണിരിക്കുമ്പോൾ രാത്രികാലത്തെ തുടർന്നുള്ള മീറ്റിങ്ങിന്റെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ രാത്രികാലം തിരുസാന്നിധ്യത്തിൽ കടന്നു വരുവാൻ, ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തക്കവണ്ണം സർവശക്തനായ ദൈവം ജീവിതത്തിൽ ഭാഗ്യമൊരുക്കിയ ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കായി സ്തോത്രം. മരിച്ചവരും മനുഷ്യരിറങ്ങിയവരും ആരും യഹോവയെ സ്തുതിക്കാതിരിക്കുമ്പോൾ ഇന്ന് രാത്രികാലം കർത്താവേ, ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ഞങ്ങളുടെ പ്രാണപ്രിയനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സർവ്വവല്ലഭനാ ദൈവം ജീവിതത്തിൽ ഒരുക്കി തന്നതിലേറെ സാവകാശത്തിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. ഹല്ലേലൂയ. രക്തത്താൽ ക്ഷേമെടുക്കുകയാണ്. ഹല്ലേലൂയ. എന്മനമേ യഹോവയെ വാഴ്ത്തുക, എന്റെ സർവ്വന്തരംഗമേ അവന്റെ വിശ്രാമത്തെ വാഴ്ത്തുക. എന്മനമേ യഹോവയെ വാഴ്ത്തുക, അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ജീവിതത്തിൽ ചെയ്തതായ എല്ലാ ഉപകാരങ്ങൾക്കും ചെറുതും വലുതുമായ എല്ലാ ഉപകാരങ്ങൾക്കും ഇന്ന് രാത്രികാലം സന്ധ്യാസമയത്ത് ഞങ്ങൾ നന്ദിയുള്ളവരാ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളെ ഇത്രത്തോളം നടത്തിയല്ലോ, ഇതുവരെ ഞങ്ങളെ കൊണ്ടെത്തിച്ചല്ലോ കർത്താവേ. നന്ദിയുള്ളവരായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഞങ്ങളുടെ ഹല്ലേലൂയ മിടുക്ക് കൊണ്ടല്ല കർത്താവേ. ഞങ്ങൾ ഇന്ന് രാത്രികാലം ഒരു രാത്രികാലം ദൈവസഭയെ ദൈവങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ജനത്തിനായി സ്തോത്രം. ഓരോരുത്തരെ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ. അവരുടേതായ ഹൃദയത്തിന്റെ നിലവാരം പറഞ്ഞ് ഇന്ന് രാത്രികാലം സ്വർഗം സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വേദനയോടെ ഭാരത്തോടെ നിരാശയോടായിരിക്കുന്നവരെ സ്വർഗത്തിലെ ദൈവം ഓർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരാശകൾ മാറിയവരായി, വേദന മാറിയവരായി, സമാധാനം സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും കുറവുകൾ കർത്താവേ ഈ രാത്രികാലത്ത് സഭായോഗത്തിന് തടസ്സമായി തീരുവാൻ ഗുണകരമായി സംസാരിക്കുന്ന അങ്ങയുടെ പുണ്യാഹ രക്തം കൊണ്ട് ഇന്ന് രാത്രികാലം സാന്നിധ്യം ഞങ്ങൾ ഇന്ന് രാത്രികാലം അനുഭവിപ്പാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് പാടുവാൻ തന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവസല ഹല്ലേലൂയ ആരാധിപ്പാൻ പാടി അങ്ങേ മഹത്വപ്പെടുത്തുവാൻ കൊണ്ടും കർത്താവ് ഇടയാക്കണമേ. പ്രാർത്ഥിപ്പാൻ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം ഒരുക്കേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഞങ്ങൾ കഴിക്കുന്ന പ്രാർത്ഥന ആരാധനയായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല സങ്കീർത്തന ഭാഗത്ത് ഞങ്ങൾക്ക് നൽകണമേ. അത് ഞങ്ങൾക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ സ്തുതിക്കുവാൻ ഞങ്ങളുടെ രക്ഷയുടെ പാറയ്ക്ക് ഏർപ്പെടുവാൻ ദൈവം ഇടയാക്കണമേ. സങ്കീർത്തനത്തിലൂടെ കർത്താവ് ഞങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വരും ദിവസങ്ങൾ ഞങ്ങളെ തന്നെ കണ്ടുണരുവാൻ ഞങ്ങളുടെ ജീവിതത്തെ വിവേചിപ്പാൻ നല്ല സാക്ഷ്യത്തെ എഴുന്നേൽപ്പിക്കണമേ.
നല്ല പ്രബോധനം ദൈവം നൽകണം കർത്താവേ. ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുവാന്, ദൈവസന്നിധിയിൽ നന്ദി കരേറ്റുവാൻ വേണം എല്ലാവരും ദൈവം ഒരു കേണം. അതിലുപരിയായ ഞങ്ങളുടെ ഭൃത്തിനെ ഹല്ലേലൂയ കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഹല്ലേലൂയ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ കേൾക്കുന്നത് വിടുതലായി സൗഖ്യമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും കർത്താവേ ദേശത്തിന് വിവിധ ഭാഗങ്ങളായിരുന്നു. ദൈവരെ സമാധാനത്തോട് കൂട്ടിവരുത്തിയ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്കായി ഞങ്ങളോട് കാണിച്ച എല്ലാ കരുണയ്ക്കും കർത്താവിന്റെ എല്ലാ ദയക്കുമായ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ യഹോവ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. യഹോവന്റെ വലത്ത് ഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുക്കി പോവുകയില്ല. രാത്രികാലം നന്ദിയല്ലാതെ ഒന്നുമില്ല കർത്താവേ. നടത്തിയ വഴികളെ ഓർക്കുമ്പോൾ, ഞങ്ങളെ കൊണ്ടുവന്ന വിധങ്ങളെ ഓർക്കുമ്പോൾ ഒന്നുമില്ല. ഹല്ലേലൂയ. എത്ര നന്ദി പറഞ്ഞാലും പോരാത്ത വിധത്തിലാണ്. സകലമാനത്തിനും മഹത്വത്തിനും പുകഴ്ചയ്ക്ക് യോഗ്യനായ ദൈവത്തെ ഞങ്ങൾ ഒരു പ്രാവശ്യം സ്തുതിക്കുകയാകുന്നു. ഹല്ലേലൂയ. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കണമേ. ഇരിക്കുന്ന ഇടം മറന്ന് കർത്താവിനെ ആരാധിപ്പാൻ, രാത്രികാലം ഞങ്ങൾ അനുഭവിപ്പാൻ ഇടയാക്കണമേ. ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളുണ്ട് കർത്താവ്. അതിനെ മതിലൊക്കെ കർത്താവ് മഞ്ഞുമിടയ്ക്ക് മറകേണം. അസാധാരണമായ വിടുതലുകൾ ഹല്ലേലൂയ ഓരോ കുടുംബത്തിലും ഓരോ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഈ ദിവസങ്ങൾ വെളിപ്പെട്ട് വരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രാത്രികാലം എല്ലാ നന്മകളാലും ഞങ്ങൾ നിറയ്ക്കണമേ. സമാധാനത്തോട് ഐക്യതയോട് ദൈവത്തെ ഈ രാത്രികാലം ആരാധിക്കുവാനും ദൈവ സ്നേഹത്തിൽ മുന്നേറുവാനും ദൈവമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രം മഹത്വം എല്ലാം അങ്ങോട്ട് കേൾക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമെല്ലാം ആരാകണമേ. ആമേൻ. സ്തോത്രം ജീസസ്. ഹല്ലേലൂയ. സ്തോത്രം. മഹാപരിശുദ്ധനായ നല്ല ദൈവമേ കർത്താവേ, ഞങ്ങളെ ഏറ്റവും കൂടാതെ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം കർത്താവേ. അത് ഞങ്ങൾക്ക് നൽകുന്ന ഈ നല്ല സന്ദേശത്തിനായി ആരാധനയെ തുടക്കം മുതൽ കർത്താവേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിലുണ്ടല്ലോ കർത്താവേ. ഹല്ലേലൂയ. നല്ല അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങളെ കർത്താവേ ഞങ്ങൾക്ക് നൽകിയ അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. കഴിഞ്ഞ ആഴ്ചകളൊക്കെയും കർത്താവ് ഞങ്ങളെ കറുത്ത് സൂക്ഷിച്ചല്ലോ കർത്താവേ. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവിടുത്തെ കർത്താവ് കൃപയാൽ കർത്താവ് ഞങ്ങൾക്ക് തന്ന വിടുതലൊക്കെയും കർത്താവേ ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ആരാധന കർത്താവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കുടുംബത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നല്ല സങ്കീർത്തനം കേൾക്കുവാനും കർത്താവേ, കേൾക്കുവാനും കർത്താവ് ഞങ്ങൾ സഹായിക്കണമേ കർത്താവേ. നല്ല സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കർത്താവെ ഇടയാക്കണമേ കർത്താവേ. നല്ല കർത്താവ് ഞങ്ങൾ ശക്തിയോടെ കർത്താവെ തിരിച്ച് മടങ്ങുവാൻ ദൈവം ഞങ്ങളോട് സഹായിക്കണമേ. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആരെങ്കിലും കടന്നു വരുവാൻ സാധിക്കാതിരിക്കുന്നവരായിരിക്കുന്ന സ്ഥലത്ത് കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങൾ നാട്ടിലായിരുന്ന സഹോദരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലൂയ. സഭയെ ശക്തമായ കർത്താവെ പ്രാർത്ഥനയിൽ ഓർക്കുന്നു കർത്താവേ. ഹാലൂയ. അവിടെ സമർപ്പിച്ചിരിക്കുന്ന കർത്താവ് ഓരോ വിഷയങ്ങളെ കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ ഹിതത്താൽ കർത്താവ് തക്ക സമയത്ത് വിടുതലെ കൊടുത്ത് കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ സമാധാനം കൊടുക്കുമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലൂയ. കർത്താവെ ഒരിക്കൽ കൂടി എല്ലാവരും കർത്താവിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മാനവ മഹത്വം അങ്ങേക്ക് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട നല്ല യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. നമുക്ക് വീണ്ടും ദൈവസന്നിധാനത്ത് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രികാലത്തെ തുടർന്ന് നല്ല ആരാധനയുടെ അനുഗ്രഹത്തിനായി 24-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിച്ച് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. സാംസ് 24, 24-ാം സങ്കീർത്തനം. സങ്കീർത്തനം 24. പൂർണ്ണതയും ഭൂതലവും അതിലെ യഹോവയ്ക്കുള്ളതാകുന്നു. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവന്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? അവൻ യഹോവയോട് അനുഗ്രഹവും തന്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ഇതാകുന്നു അവനെ അന്വേഷിക്കുന്നവരുടെ തലമുറ, യാക്കോബിന്റെ ദൈവമേ തിരുമുഖം അന്വേഷിക്കുന്നവർ തന്നെ. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആര്? ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ഒരുമിച്ച് ചേർന്ന് വായിക്കാം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ, പണ്ടയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവാർ സൈന്യങ്ങളുടെ യഹോവ തന്നെ, അവനാകുന്നു മഹത്വത്തിന്റെ രാജാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിൻ്റെ പാദപീഠത്തിൽ താണിരിക്കാം. ആമേനൊരു സഭായും കൂടെ ദേശത്ത് കർത്താവ് ദാനമായി തന്നതിനായിട്ട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. സ്തോത്രം. ആമേൻ. ഇത് യഹോവ
ഉണ്ടാക്കിയ ദിവസം. ആകയാൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക. സന്തോഷത്തോടും ആനന്ദത്തോടും ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട് എന്ന് പറഞ്ഞ പ്രകാരം ജയഘോഷം മുഴക്കുവാൻ, ഉല്ലാസഘോഷം മുഴക്കുവാൻ, ശത്രുവിൻ്റെ അടിസ്ഥാനങ്ങൾ ഒക്കെയും ഇളകുമാറ് ദൈവസന്നദ്ധയിൽ ആർപ്പിടുവാൻ ഈ രാത്രികാലം കർത്താവ് സഹായിച്ചതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കൾക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പൂർണ്ണതയും ഭൂതലവും അതിന്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകും. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിൻ്റെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു. നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. സ്തോത്രം, ഹല്ലേലൂയ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്ന കാര്യം. അവനാണ് അതിനെ സ്ഥാപിച്ചത്, അവനാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. സ്തോത്രം. അതിൻ്റെ ഉടയവൻ അവൻ മാത്രമാണ്. ഹല്ലേലൂയ. അവൻ്റെ സൃഷ്ടികളായ നാം ഓരോരുത്തരും അവൻ്റേതാണ്. സ്തോത്രം. നമുക്ക് നമ്മുടേതെന്ന് പറയുവാൻ ഒന്നും തന്നെ ഇല്ല. സ്തോത്രം. നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും നമ്മുടെ ആരോഗ്യവും നമ്മുടെ ബലവും എല്ലാം നമ്മുടെ കർത്താവിനുള്ളതാണ്. നമ്മുടെ അമ്മയുടെ ഗർഭപാത്രത്തിൽ നാം ഉരുവാകുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ പുസ്തകത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും പേര് എഴുതി ചേർത്തിരുന്നു. ഇന്നടത്ത് ഇന്നാരുടെ മകൻ സന്തോഷ്, ഇന്നടത്ത് ഇന്നാരുടെ മകൻ ആമീൻ സ്തോത്രം ലിജിൻ, ഇന്നടത്ത് ഇന്നാരുടെ മകൻ, ഇന്നടത്ത് ഇന്നാരുടെ മകൾ എന്ന് പറഞ്ഞ സകലരുടെയും പേര് അവൻ്റെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നു. അതിൻ പ്രകാരമാണ് കാലാകാലങ്ങളായി നാം ഓരോരുത്തരും ഈ ലോകത്തിലേക്ക് പിറന്നു വീഴുവാൻ തക്കവണ്ണം ഇടയായത്. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ ഗീതപ്രകാരം പിറന്നു വീണിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഓരോ ദൗത്യം ദൈവം തന്നിട്ടുണ്ട്. സ്തോത്രം. ആമേൻ. ആ ദൗത്യം എന്താണെന്ന് ഇന്ന് രാത്രികാലത്ത് മനസ്സിലാക്കണം. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്ക് ഉള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. പുറപ്പാട് പുസ്തകം 9-ാം അധ്യായം 29-ാം വാക്യം ഒന്ന് വായിച്ചാട്ട് മോശെ അവനോട്, ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയെങ്കിലേക്ക് കൈമലർത്താം. ഭൂമി യഹോവയ്ക്കുള്ളതെന്ന് നീ അറിയേണ്ടതിന് ഇടിമുഴക്കം നിന്നുപോകും. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. അതിൻ്റെ മേലുള്ള ചില വാക്യങ്ങൾ വായിച്ചിട്ട് ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശൻ ദേശത്ത് മാത്രം കന്മഴ ഉണ്ടായില്ല. ആമേൻ. സ്തോത്രം. ഫറവോനെയും ആമേൻ മിസ്രയീം ജനത്തെയും ആമേൻ ശിക്ഷിക്കുവാൻ വേണ്ടി ദൈവം ബാധ അയച്ചപ്പോൾ ആ ബാധയിലൊന്നായിരുന്നു കൽമഴയും ഇടിമുഴക്കവും. സ്തോത്രം. ഹല്ലേലൂയ. ഓരോ ബാധ കഴിയുമ്പോഴും ഫറവോൻ പറയും ദൈവജനത്തെ ആരാധനയ്ക്ക് വിട്ടയക്കാമെന്ന്. സ്തോത്രം. ആമേൻ. മോശയും അഹരോനും കൊട്ടാരത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഫറവോൻ്റെ ഹൃദയം കഠിനമാകും. സ്തോത്രം. ജനത്തെ അവൻ വിട്ടയക്കില്ല. കൂടുതൽ ഹല്ലേലൂയ ജനത്തിൻ്റെ മേൽ ഭാരം ആമേൻ അവൻ കെട്ടിവെക്കും. സ്തോത്രം. അങ്ങനെ ദൈവം ഹല്ലേലൂയ കൽമഴയും അതേ സ്തോത്രം ഇടിമുഴക്കവും ഹല്ലേലൂയ മിസ്രയീം ദേശത്തേക്ക് അയച്ച മിസ്രയീമ്യരുടെ ആമേൻ എല്ലാ സസ്യങ്ങളും വൃക്ഷങ്ങളും എല്ലാം നശിച്ചില്ലാതെയായി. സ്തോത്രം. ആമേൻ. കന്നുകാലികൾക്ക് ഭക്ഷിപ്പാൻ ആമേൻ ഹല്ലേലൂയ പോലും സ്തോത്രം ദേശത്ത് പച്ച ആമേൻ സസ്യലതാദികളില്ലാതെ ദേശം മുഴുവനും കൽമഴകൾ കൊണ്ട് നശിപ്പിക്കപ്പെട്ടു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പോൾ ഫറവോൻ പിന്നെയും മോശയെ വിളിച്ചു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഫറവോൻ മോശയോട് ചോദിക്കുകയാണ്. സ്തോത്രം. ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. അപ്പോൾ ഫറവോൻ ആളയച്ച് മോശയും അഹരോനെയും വിളിപ്പിച്ച് അവനോട് ഈ പ്രാവശ്യം ഞാൻ പാപം ചെയ്തു. യഹോവ നീതിയുള്ളവൻ, ഞാനും എന്റെ ജനവും ദുഷ്ടന്മാർ. യഹോവയോട് പ്രാർത്ഥിക്കുവീൻ. ഈ ഭയങ്കരമായ ഇടിയും കന്മഴയും മതി. ഞാൻ നിങ്ങളെ വിട്ടയക്കാം, ഇനി താമസിക്കില്ല എന്ന് പറഞ്ഞു.
താമസിക്കില്ല എന്ന് പറഞ്ഞു. മോശ അവനോട് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറപ്പെടുമ്പോൾ യഹോവയിലേക്ക് കൈമലർത്തും. ഭൂമി യഹോവയ്ക്കുള്ളതെന്ന് നീ അറിയേണ്ടത്. നിന്റേതൊന്നുമല്ല ഭൂമി. ഈ മിസ്രയീം നിനക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിലും, നിന്നെ അവിടെ അധികാരിയാക്കി വെച്ചിട്ടുണ്ടെങ്കിലും, ഇതൊന്നും നിനക്കുള്ളതല്ല എന്ന് നീ അറിയേണ്ടതിന് ഞാൻ പട്ടണത്തിൽ നിന്ന് പുറത്തു വന്ന് ആകാശത്തിലേക്ക് സർവശക്തങ്ങളിലേക്ക് കൈമലർത്തുമ്പോൾ ഇടിമുഴക്ക് നിന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകും. അതിന് 19-5 വാക്യം കൂടെ ഒന്ന് വായിച്ചാട്ട്. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും, പുറപ്പാട് 19:5. ആകയാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുകയും എൻ്റെ നിയമം പ്രമാണിക്കുകയും ചെയ്താൽ നിങ്ങൾ എനിക്ക് സകല ജാതികളിലും വെച്ച് പ്രത്യേക സമ്പത്തായിരിക്കും. ഭൂമിയൊക്കെയും എനിക്കുള്ളതല്ലോ. ആമേൻ, സ്തോത്രം. ഭൂമിയെല്ലാം കർത്താവിനുള്ളതാ. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയുള്ളതാണെങ്കിൽ തന്നെയും സ്തോത്രം, അതിൽ നിന്ന് എന്തെങ്കിലും നമുക്ക് ലഭിക്കണമെങ്കിൽ എന്തോ ചെയ്യണം? നാം അവൻ്റെ വാക്ക് കേട്ടനുസരിക്കണം. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ നാം അവൻ്റെ പ്രത്യേക സമ്പത്തായി സകല ജാതികൾ വെച്ച് പ്രത്യേക സമ്പത്തായി തീരുവാൻ തക്കവണ്ണം ഇടയാകും. ഇന്ന് രാത്രി കാലം ഇവിടെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ സകല ജാതികൾ വെച്ച് പ്രത്യേക സമ്പത്തായി അവൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. ആകയാൽ അവൻ്റെ വാക്ക് കേട്ട് അവൻ്റെ കൽപ്പനകളെ നാം പ്രമാണിക്കണം. സ്തോത്രം. എബ്രായർ 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകി പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. ആമേൻ. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ. നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. സ്തോത്ര. പൂർവ്വകാലത്ത് ഭൂമിക്ക് നീ അടിസ്ഥാനമിട്ടു, ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും. ഇതെല്ലാം നശിക്കുന്ന ഒരു ദിവസം വരാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം 1007 സംവത്സരങ്ങൾ, ആമേൻ, 7 സംവത്സരങ്ങൾ കഴിയുമ്പോൾ, ഹല്ലേലൂയ, ഈ ഭൂമി അതിൻ്റെ പണിയുമൊക്കെയും അഴിഞ്ഞു പോകും. സ്തോത്രം. ഭൂമി കിടുകിട് കീറും. ആമേ, കിറുകിറ കീറും. മത്തനെ പോലെ ചാഞ്ചാടിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ഇതെല്ലാം അഴിഞ്ഞ് കത്തി അഴിഞ്ഞ് ചാമ്പലായി തീരും. പുതിയ ആകാശവും പുതിയ ഭൂമിയും സൃഷ്ടിക്കപ്പെടും. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. കർത്താവിൻ്റെ ജനം ഇവിടുന്ന് എടുക്കപ്പെട്ടതിന് ശേഷം 7 സംവത്സരം ആമേൻ കഴിഞ്ഞ് നമ്മുടെ കർത്താവ്, സ്തോത്രം, ഹല്ലേലൂയ, പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. ഭൂമിയിലേക്ക്, ഒലിവുമലയിലേക്ക് നമ്മുടെ കർത്താവ് ഇറങ്ങി വരും. സ്തോത്രം, ഹല്ലേലൂയ. പിന്നീടൊരു പുതിയ ഭൂമിയും പുതിയ ആകാശവും സൃഷ്ടിക്കപ്പെടും. അവിടേക്ക് കർത്താവിൻ്റെ മക്കളെല്ലാവരും കടക്കുവാൻ തക്കവണ്ണം ഇടയാകും. അന്നുവരെ മരിച്ചിട്ടില്ലാത്ത ജാതികളും ആമീൻ അതിലേക്ക് പ്രവേശിക്കും. സ്തോത്രം. 1000 ആണ്ട് ഭരണം നടക്കും. സ്തോത്രം. ആമീൻ. ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്തിൻ്റെ പ്രത്യേകത ഏതാണെന്നറിയാമോ? ആർക്കെങ്കിലും പറയാമോ? ശരിക്ക് പറയാമോ? ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്തെ പ്രത്യേകത മരണമുണ്ടാകുകയില്ല, കള്ളവുമില്ല, ചതിവുമില്ല, കള്ളപ്പറയും ചെറുനാഴിയും കള്ളത്തരങ്ങൾ മറ്റൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം.
കള്ളത്തരം ഉണ്ടാകില്ല. ഇപ്പം ഹല്ലേലൂയ പലരുടെയും ആമേൻ പേര് ചേർത്ത് വെച്ച് ആമേൻ ആ ഗീതങ്ങൾ ജാതികൾ പാടുന്നുണ്ട് എങ്കിലും ആമേൻ കള്ളത്തരവും കൊള്ളരുതായ്മയല്ലാതെ ഒന്നും നടക്കുന്നില്ല. സ്തോത്രം. എന്നാൽ എല്ലാ കള്ളത്തരങ്ങളും മാറും, എല്ലാ മോഷണവും മാറും, രോഗമുണ്ടാകില്ല. രോഗമില്ലാത്ത ഒരു സ്തോത്രം ഹല്ലേലൂയ കാലം വരാൻ പോവുകയാണ്. അവിടെ സ്തോത്രം നാം ആരായിരിക്കുമെന്നറിയാമോ? ആമേൻ സ്തോത്രം. ആരായിരിക്കും അനീഷേ? ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് നാം ആരായിരിക്കുമെന്ന് ആർക്കെങ്കിലും പറയാമോ? അധികാരികളായിരിക്കും. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ ഗുണങ്ങളെ ഘോഷിപ്പാർന്നൊക്കെ വേണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമായിരിക്കും. ഇത് വെളിപ്പെട്ട് വരുന്നത് 1000 ആണ്ട് വാഴ്ചക്കാലത്ത്. സ്തോത്രം. ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ നാം എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യുന്നുണ്ട് എന്നതിനെ അനുസരിച്ച് ആയിരിക്കും നമുക്കന്ന് സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നത്. കുറഞ്ഞതൊരു വില്ലേജ് ഓഫീസറെങ്കിലും ആയില്ലെങ്കിൽ ഭയങ്കര കഷ്ടമാണ് കേട്ടോ. പ്രൈസിലുണ്ട്. ആമേൻ. അതിനുവേണ്ടിയെങ്കിലും നമുക്ക് പ്രവർത്തിക്കണം. സ്തോത്രം. വില്ലേജ് ഓഫീസറോ ആമേൻ ഡിസ്ട്രിക്ട് കളക്ടറോ അങ്ങനെ സ്തോത്രം മന്ത്രിമാരോ ഒക്കെയായിട്ട് ആമേൻ ഈ 1000 ആണ്ട് വാഴ്ചക്കാലത്ത് ലോകത്തെമ്പാടും നമുക്ക് എവിടെ പോകണമെന്ന് വെച്ചാൽ നിമിഷ നേരം കൊണ്ട് നമ്മൾ അവിടെ എത്തിയില്ല. ഇവിടെ ഇരിക്കുന്ന നാം ആമേൻ സ്തോത്രം വിസയും വേണ്ട, ടിക്കറ്റും വേണ്ട, ഒന്നും വേണ്ട. എനിക്കിപ്പോൾ അമേരിക്കയിൽ ചെല്ലണമെന്ന് വെച്ചാൽ എവിടെ ചെല്ലും? അമേരിക്കയിൽ ചെന്നിരിക്കും. സ്തോത്രം. എനിക്കിപ്പം എലൈമോളെ കാണണമെന്ന് വെച്ചാൽ അടുത്ത നിമിഷം ഞാൻ കാനഡയിൽ ചെന്നിരിക്കും. സ്തോത്രം. കുഞ്ഞോളിരുന്ന് ചിരിക്കുന്ന സ്തോത്രം. ഹല്ലേലൂയ. എത്ര മനോഹരമായ ആമേൻ സ്തോത്രം. ഒരു കാലഘട്ടം വരാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ജനം പ്രത്യാശയുള്ളവരായിട്ട് ഇരിക്കാം. സ്തോത്രം. 40 യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40:26 വാക്യം ഒന്ന് വായിച്ചാട്ട്, നിങ്ങൾ കണ്ണ് മേലോട്ട് ഉയർത്തി നോക്കുവീൻ, ഇവയെ സൃഷ്ടിച്ചതാര്? അവൻ അവയുടെ സൈന്യത്തെ സംഖ്യാക്രമത്തിൽ പുറപ്പെടുവിക്കും. അവയെ എല്ലാം പേര് ചൊല്ലി വിളിക്കുകയും ചെയ്യുന്നവനായ ദൈവമാണ്. ആമേനൊന്ന് ആലോചിച്ച് നോക്കിയേ. ആകാശത്തിലേക്കൊന്ന് കണ്ണുകൾ ഉയർത്തി നോക്കിയേ. കോടാനുകോടി നക്ഷത്രങ്ങളെ മനുഷ്യൻ്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ടെലസ്കോപ്പുകളുടെ ലെൻസുകളൊന്നും ആമേൻ ഇതുവരെയും ചെന്നിട്ടില്ലാത്ത ഗോളങ്ങൾ ഹല്ലേലൂയ അന്തരീക്ഷത്തിലുണ്ട്. സ്തോത്രം. പ്രൈസ് ലോർഡ്. മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടില്ലാത്തതിനേക്കാൾ അപ്പുറമായി നമുക്കതൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. ഒന്ന് ചിന്തിച്ച് നോക്കിയ ഭൂമിയെ പോലെ ആമേൻ 14 ഇരട്ടി വലുപ്പമുള്ള ഗോളങ്ങൾ സ്തോത്ര യൂണിവേഴ്സിൽ ഉണ്ട്. ഹല്ലേലൂയ. അവയെല്ലാം സംഖ്യാക്രമത്തിൽ പേര് ചൊല്ലി വിളിച്ച് അതിന് ഭ്രമണപഥം നിശ്ചയിച്ച് ആ ഭ്രമണപഥത്തിൽ നിന്ന് ഒരു സ്തോത്ര സെൻറ്റിമീറ്റർ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ വണ്ണം അതിനെ ചലിപ്പിക്കുന്നവനായ സർവശക്തൻ്റെ കരങ്ങൾ എത്ര വലുതാണെന്ന് ഇന്ന് രാത്രികാലം നാം ഓർക്കണം. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 5-ാം വാക്യം ഒന്ന് വായിച്ചാട്ട്. 2 പത്രോസ് 3:5. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടായി എന്നും വചനത്താൽ ഉണ്ടായി എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ സൂക്ഷിച്ചും ന്യായവിധിക്കും ഭക്തിയട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നു എന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. സ്തോത്രം. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് സ്തോത്രം ഹല്ലേലൂയ ഈ പുസ്തകത്തിൽ ഭൂമിയെയും അതിനെ സൃഷ്ടിച്ചത് ആരെന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി എഴുതി വച്ചിരിക്കുമ്പോൾ ഹല്ലേലൂയ മനുഷ്യൻ അതിനെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇതെൻ്റേതാ,
ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ഉള്ളവന് ഏക്കർ കണക്കിനുണ്ട്, ഇല്ലാത്തവന് കയറിക്കിടക്കാൻ ഒരു സ്തോത്രം ഹല്ലേലൂയ കിടപ്പാടം പോലും ഇല്ലാതെ സ്തോത്രം. ലോകത്തിൽ അന്യായം വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെയും അഴിഞ്ഞു പോകാനാണെന്നുള്ള കാര്യം അവർ മനസ്സോടെ അങ്ങ് മറന്നു കളയുക. ആമേൻ സ്തോത്രം. സാമേൻ ദൈവം ഭൂമിയെ സമുദ്രത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. നമുക്ക് വായിക്കാം ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിച്ചാട്ട്. ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളം, ദൈവം ആകാശത്തിന് കീഴിലുള്ള വെള്ളവും ഒരു സ്ഥലത്ത് കൂടട്ടെ, ഉണങ്ങിയ നിലം കാണട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. അങ്ങനെ സംഭവിച്ചു. ഉണങ്ങിയ നിലത്തിന് ദൈവം ഭൂമി എന്നും വെള്ളത്തിന്റെ കൂട്ടത്തിന് സമുദ്രമെന്നും പേരിട്ടു. സ്തോത്രം. ഹല്ലേലൂയ. ഭൂമിയുടെ സ്തോത്രം 3/4 ഭാഗം എന്താ? വെള്ളം. ആ വെള്ളം കൊണ്ട് ചുറ്റപ്പെട്ട് കിടക്കുക ഭൂമി. അതിനകത്ത് നമ്മളെല്ലാവരും ഇങ്ങനെ പൊങ്ങിക്കിടക്കുക. സ്തോത്രം. ആമേ സ്വിമ്മിംഗ് പൂളിൽ ചെന്ന് പൊങ്ങിക്കിടക്കുന്നത് പോലെ സ്തോത്രം. ഭൂമി അവിടെ സമുദ്രത്തിൻ്റെ മീതെ പൊങ്ങിക്കിടക്കുക. സ്തോത്രം. ഹല്ലേലൂയ. ദൈവം ഭൂമിയെ സമുദ്രത്തിൻ്റെ മീതെ സ്ഥാപിച്ചിരിക്കുക. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, അവൻ ശൂന്യതമേൽ വിരിച്ചിരിക്കുക ഭൂമിയെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭൂമിയും സമുദ്രവും ഒന്നിച്ചുള്ള ഈ ഭൂഗോളം സ്തോത്രം എവിടെയാ നിലനിൽക്കുന്നു നോക്കിയാൽ അതിന് 4 ആമേൻ സ്തോത്രം ചുറ്റിനും നോക്കിക്കഴിഞ്ഞാൽ അവിടെ വെറും ശൂന്യതയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവിൻ്റെ സൃഷ്ടി എത്ര വലിയതാണ്. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? ഒരു ചോദ്യമാണ്. സ്തോത്രം. യഹോവയുടെ പർവ്വതം സ്തോത്രം ഉയരം കൊണ്ട് മനോഹരവും സർവ്വഭൂമിയുടെയും ആനന്ദവുമാകുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ദൈവം ഹല്ലേലൂയ ആമേൻ പർവ്വതത്തിന് മുകളിൽ എങ്ങനെ ആമേൻ തൻ്റെ ജനത്തെ കാത്തിരിക്കുന്ന അറിയാമോ? മട്ടൂറിയ വീഞ്ഞും മൃഷ്ടാന്ന ഭോജനം. പട്ടിണിയെല്ലാം മാറും, ദുഃഖങ്ങളെല്ലാം മാറും. സ്തോത്രം. ഒരു നേരത്തെ ആഹാരമില്ലാതെ ആമേൻ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന അനേക ജനങ്ങൾ ഈ ആമേൻ സ്തോത്രം ലോകത്തിലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ആ അവസ്ഥയ്ക്കെല്ലാം നമ്മുടെ കർത്താവ് മാറ്റം വരും. അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സന്നിധാനത്തിൽ നാം ചെല്ലുമ്പോൾ പർവ്വതത്തിന് മുകളിൽ അവൻ തൻ്റെ ജനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സ്തോത്രം. മൃഷ്ടാന്ന ഭോജനം ഒരുക്കി നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ആമേൻ സ്തോത്രം ഹല്ലേലൂയ വലിയ സദ്യ ഒരുക്കി കർത്താവ് തൻ്റെ ജനത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. നാം ഇവിടെ നിന്ന് എടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഹല്ലേലൂയ സ്വർഗത്തിൽ വലിയൊരു പന്തി ഭോജനം നടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത വിഭവങ്ങളൊക്കെ നമുക്ക് ആ പന്തി ഭോജനത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. സ്തോത്ര. വിശ്വാസമുള്ളവർ ഒന്ന് കരങ്ങൾ ഉയർത്തി ദൈവം മഹത്വപ്പെടുത്തിയാണ്. ആമേൻ സ്തോത്രം. എന്തെല്ലാം തരം അവിടെ ആമേൻ സ്തോത്രം. ജീവവൃക്ഷമുണ്ട്. ജീവവൃക്ഷം ഹല്ലേലൂയ 12 മാസവും കായ്ച്ചിട്ട് അതാതിൻ്റെ ഫലം കൊടുത്തുകൊണ്ടിരിക്കുക. അങ്ങനെ ജീവവൃക്ഷത്തിൽ നിന്ന് പുറപ്പെടുന്ന ആമേൻ അത് കൊടുക്കുന്ന ഫലങ്ങൾ വിവിധ തരങ്ങളായ ഫലങ്ങൾ. സ്തോത്രം. എത്ര തരം ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്കവിടെ കിട്ടും. സ്തോത്രം. ആമേൻ. മാങ്കോ വേണമെന്ന് വെച്ചാൽ മാങ്കോ കിട്ടും. ആമേൻ. നെഹമ്യാ പറയുക, എനിക്ക് ആപ്പിൾ മതിയെന്ന് പറഞ്ഞാൽ ആപ്പിൾ കിട്ടും. സ്തോത്രം. പക്ഷെ എന്തോ ചെയ്യണം? സ്വർഗത്തിൽ ചെല്ലണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതിനു വേണ്ടി കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് മതിയാവും. അതിന് താഴത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. വെടിപ്പുള്ള കയ്യും നിർമ്മല ഹൃദയവും ഉള്ളവൻ മതി. സ്തോത്രം. വെടിപ്പുള്ള കൈ. സ്തോത്രം. നമ്മുടെ കൈകളുടെ പ്രവർത്തികളെ അത് കാണിക്കുകയാണ്. നമ്മുടെ കൊടുക്ക വാങ്ങലുകൾ, നമ്മുടെ വ്യാപാരങ്ങൾ. സ്തോത്രം. അവനെല്ലാം വെടിപ്പുള്ളതായിരിക്കണം. യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് ഒന്ന് വരാം. അതിൻ്റെ 4-ാം അധ്യായം 7-8 വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. യാക്കോബ് 4:8. ആകയാൽ നിങ്ങൾ ദൈവത്തിന് കീഴടങ്ങുവീൻ, പിശാചിനോട് എതിർത്ത് നിൽപ്പീൻ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും.
അടുത്ത് ചെല്ലുവീൻ, ദൈവത്തോട് അടുത്ത് ചെല്ലുവീൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. നിങ്ങളുടെ ചിരി ദുഃഖമായും സന്തോഷം വിഷാദമായും തീരട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ താഴ്വീൻ, എന്നാൽ അവൻ നിങ്ങളെ ഉയർത്തും. സ്തോത്രം. ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പീൻ, പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവീൻ. വേറെ ഒരു മാർഗവുമില്ല. ആമേൻ. നമ്മുടെ കൈകളുടെ പ്രവൃത്തികളെല്ലാം ശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ സ്വന്തം ബലം കൊണ്ട് കഴിയത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവം വിചാരിച്ചാൽ മാത്രമേ നമ്മുടെ കൈകളുടെ പ്രവൃത്തികൾ ശുദ്ധമാകുകയുള്ളൂ. സ്തോത്രം. സങ്കടപ്പെട്ട് ദൈവസന്നിധി കരയണം. കർത്താവേ, എൻ്റെ കരങ്ങളെയും എൻ്റെ ഹൃദയത്തെയും നീ ശുദ്ധമാക്കണമേ. നിർമ്മലമായൊരു ഹൃദയം എന്നെ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എൻ്റെ ഉള്ളിൽ പുതുക്കണമേ എന്ന് ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. സങ്കടപ്പെട്ട് കരയാ. നമ്മുടെ ചിരിയെല്ലാം ദുഃഖമായി തീരട്ടെ, നമ്മുടെ സന്തോഷമെല്ലാം വിഷാദമായി തീരട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്ക് താഴാൻ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. എന്നാൽ അവൻ നമ്മളെ ഉയർത്തും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്പസമയം ആമേ സാക്ഷ്യത്തിന് ഞാൻ വേർതിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾ മുന്നോട്ട് വന്നിട്ട് വാക്യം പറഞ്ഞതിന് ശേഷം ആമേ സ്തോത്രം. മുതിർന്നവർക്ക് സഹോദരന്മാർക്ക് ആമേ സാക്ഷ്യത്തിനുള്ള സമയമുണ്ട്. ദൈവം നമ്മെ സഹായിക്കട്ടെ. Praise the Lord Jesus. Blessing and honor, glory and power be unto the Ancient of Days. From every nation, all of creation, bow before the Ancient of Days. Every tongue in heaven and earth shall declare your glory. Every knee shall bow at your throne. In worship you will be exalted, O God, and your kingdom shall not pass away, no Ancient of Days. Amen. Praise Lord. Ephesians 6 verse 10 and 11. Finally be strong in the Lord and the strength of his might. Put on the whole armor of God that you might be able to stand against the schemes of devil. Praise the Lord. Praise Lord. So do not fear, for I am with you. Do not be dismayed, for I am your God. I will strengthen you and uphold you with my righteous right hand. Praise the Lord. I will praise the name of God with a song. I will magnify him with thanksgiving. Psalm 69 verse 30. Please pray for me and my family. Amen. Praise the Lord. Thank you, Lord, for a wonderful day. Thank you, Lord, for helping me. Psalms 91 verse 7, 8, 9. Praise the Lord. A thousand may fall at your right side, 10,000 at your right hand, but will not come near you. You only observe at your eyes and see the punishment of the wicked. If you say, Lord is my refuge, and you make the most of your dwelling, please pray for me and my parents. Praise Lord. Amen. Surely goodness and mercy shall follow me all the days of my life, and I will dwell in the house of the Lord forever. Psalms 26 verses 4. Praise the Lord. Proverbs 21 verse 1. The king's heart is in the hand of the Lord. As the rivers of water, he turneth whatsoever he will. Praise the Lord. Praise the Lord. The Lord that made heaven and earth will bless thee out of Zion. Psalms 134 verse 3. Amen. Psalms 54 verse 1. Save me, O God, by the name, and judge me by the strength. Please pray for me and my family. Amen. Praise the Lord. പിശാചിന്റെ മകനാകുന്നു. He that dwelleth in the secret place of the Most High will is in the shadow of Mighty. Psalms 91 verse 1. Please pray for me and my family. Praise the Lord.
There is therefore no condemnation for those who are in Christ Jesus. Psalms 8 verses 1. Please pray for me and my family. Amen. Praise the Lord. Therefore now no condemnation to them which are in Christ Jesus. Romans 8 verses 1. Please pray for me. Praise the Lord. Give thanks to Lord for His good. Please pray for me and my family. Praise the Lord. May the Lord answer you in the day of trouble. Psalms 20 verse 1. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെ എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. ആമേൻ. Revelation 22 verse 11. Who will be unjust? Let he will be unjust. Who will be filthy? Let he will be filthy. Who will be righteousness? Let he will be righteousness. Who will be holy? Let he will be holy. Amen. He who dwells in secret place of the Most High will rest in shadow of the Almighty. Psalms 91 verse 1. Praise Lord. Galatians 5 verses 17. For the desires of the flesh are against the spirit, and the desires of the spirit are against the flesh. They are opposed to each other to keep you from doing things you want to do. ആമേൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനുദിന പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമായി നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വളർന്നു വരുവാൻ അഭിഷക്തരായി സ്വർഗീയ ജ്ഞാനം ബുദ്ധിയും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരായി തീരുവാൻ കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് ശക്തീകരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ദൂരത്തും ചാരത്തുമായി കുഞ്ഞുങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുന്നതിനായി കരങ്ങളുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട്. ഹല്ലേലൂയ ജീസസ്. அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். அழகான கண்கள் என்னை கண்டதாலே முடிந்ததென்று நினைத்த நான் உயிர் வாழ்கின்றேன். யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே. யாரும் அறியாத என்னை நன்றாய் அறிந்து தேடி வந்த நல்ல நேசரே. அழகான கண்கள் என்னை கண்டதாலே
അനുഗ്രഹിക്കപ്പെട്ട സംഘത്തിന് വായിച്ചു കേൾപ്പാൻ ഈ രാത്രികാലം കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. ഭൂമി അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും യഹോവയ്ക്കുള്ളതാകുന്നു. സമുദ്രങ്ങളുടെ മേൽ അവൻ അതിനെ സ്ഥാപിച്ചു, നദികളുടെ മേൽ അവൻ അതിനെ ഉറപ്പിച്ചു. സ്തോത്രം. യഹോവയുടെ പർവ്വതത്തിൽ ആർ കയറും? അവൻ്റെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും? വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവൻ, വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ. അവൻ യഹോവയോട് അനുഗ്രഹവും തൻ്റെ രക്ഷയുടെ ദൈവത്തോട് നീതിയും പ്രാപിക്കും. ആമേൻ. കർത്താവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയമുള്ളവരായി ആമേൻ മുന്നോട്ടുള്ള ജീവിതം നയിപ്പാൻ കർത്താവ് നമ്മെല്ലാവരെയും ശക്തീകരിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. സാക്ഷ്യവാദം കൂടെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചുള്ള എല്ലാ വിഷയങ്ങളെയും സ്തോത്രത്തോടെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രി കാലം ഏൽപ്പിക്കാം. ഹല്ലേലൂയ. അർപ്പിക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി ദശാംശത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കാം. അമൃതി കുലുക്കി വരൂ ഒരളവിൽ കർത്താവ് മഴയിൽ കൊടുത്ത് എല്ലാവരെയും മാനിക്കേണ്ടതിനായി കർത്താവിന് വേണ്ടി അധികമായി ചെലവാകുവാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവയുടെ ആക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ആമേൻ. അല്പസമയം കൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടല്ലോ. തുടർന്നും കർത്താവ് നമ്മോട് ഇടപെടേണ്ടതിനായി സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിക്കാം. വിഷ്ണുവിൽ പ്രാർത്ഥിച്ചാട്ട്. ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരുവാനും ദൈവത്തെ പാടുവാനും പുകഴ്ത്തുവാനും അച്ഛൻ നാമം ഉയർത്തുവാനും കർത്താവ് ഞങ്ങൾ ജീവിതത്തിൽ നൽകിയ വലിയ സവാശനായ ദൈവത്തിന് ഞങ്ങൾ ഒരിക്കൽ കൂടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന. പക്ഷേ അനേക പേര് ദൈവസമയം കാണാതെ ഭൂമത്തിൽ മാറ്റപ്പെട്ടപ്പോൾ കർത്താവെ ഞങ്ങളൊന്നുപോലും കുറയാതെ മണവൻ്റെ ദൈവം ഞങ്ങളെ കാത്തു സൂക്ഷിച്ചുവല്ലോ. കർത്താവെ ഞങ്ങൾക്കുണ്ടാകാമായിരുന്ന ആപത്താർത്ഥത്തിൽ നിന്നെല്ലാം കർത്താവെ കടലെ കൃഷ്ണമണി പോലെ ദൈവം ദൈവമേ ഞങ്ങൾ ഓരോരുത്തരെയും കാത്തു സൂക്ഷിച്ചുവല്ലോ. കർത്താവ് ഞങ്ങളുടെ കൂട്ട സഹോദരങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ തൻ്റെ മക്കൾക്കുണ്ടായ സാക്ഷ്യങ്ങൾ കർത്താവെ കാത്തു സൂക്ഷിച്ച് ബലിക്രമിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന അപ്പച്ചൻ്റെ കരുതൽ ഞങ്ങൾ ഓർത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതൊന്നും തന്നെ പ്രശംസിപ്പാൻ ഞങ്ങൾക്ക് നാവ് പോരെ. കർത്താവെ ആ തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് കടന്നു വന്ന സമയം മുതൽ കർത്താവെ ഈ സമയം വരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്താലും കൃപയാൽ ഞങ്ങൾ ഓരോ നിമിഷവും വഴി നടത്തി ബലിക്രമിക്കാൻ സ്തോത്രം ചെയ്യുന്ന അല്പസമയം കൂടെ അപ്പച്ചൻ്റെ പാദപീഠത്തിലായിരിക്കുമ്പോൾ അപ്പച്ചൻ്റെ ആ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷിപ്പാൻ ദിവസം അപ്പച്ചനോട് ഉപയോഗിക്കുന്ന ബലിക്രമിക്കാൻ സ്തോത്രം ചെയ്യുന്ന കൃത്യമായി തൻ്റെ മകളിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കുന്ന ബലിക്രമിക്കാൻ ഞങ്ങൾ നന്ദി പറയുന്ന ദൈവത്തിൻ്റെ തൻ്റെ മക്കൾ ഓരോരുത്തരും അർപ്പിച്ചിരിക്കുന്ന സ്തോത്ര കാഴ്ചക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അതിലേക്ക് ഏതെങ്കിലും ജീവിതങ്ങൾക്ക് കൈനീട്ടുവാൻ കഴിയാതെ ആയിട്ടുണ്ടെങ്കിൽ തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൻ്റെ മക്കൾക്ക് പുതു വഴികളെ ദൈവം തുറക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്താൽ ദൈവമേ സഹജനത്തെ പറ്റി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ രോഗത്താൽ ഭാരതാലുമായിരിക്കുന്ന ഞങ്ങളുടെ ജീവിതങ്ങളുണ്ട് കർത്താവ്, ഞങ്ങളുടെ കുടുംബജീവങ്ങൾ ഓരോരുത്തരും ഉണ്ട് കർത്താവെ, മാതാപിതാക്കളുണ്ട് കർത്താവ്. തൻ്റെ മക്കളെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവ് തൻ്റെ മക്കൾക്ക് കർത്താവെ പൂർണ്ണമായി സൗഖ്യം കർത്താവ് അപ്പച്ചൻ കൽപ്പിച്ചാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കരം കർത്താവ് തൻ്റെ മക്കളുടെ മേൽ വെച്ച് പൂർണ്ണമായി സൗഖ്യം കർത്താവെ ഇപ്പോൾ തന്നെ കൽപ്പിച്ചാക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മുറ്റുമായ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ഞങ്ങൾ മടക്കി യാതൊരു അപ്പൻ്റെ ശാന്തി കൃപയും കൂട്ടിക്കണം. അല്പസമയമായി അപ്പച്ചൻ്റെ പാദപ്രതിലായിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമാക്കി എൻ്റെ ദൈവം തീർക്കുന്നു. വലിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ മുറ്റുമായി ഒരിക്കൽ കൂടെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. കൃപ കൊണ്ട് ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം. സർവ്വവിധമായ മഹത്വം അപ്പച്ചന് പ്രാർത്ഥന യാചനയും കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തു നാമത്തിൽ ചോദിക്കുന്നു. കൃപയുടെ കേട്ടുള്ള മരണം സ്വർഗ്ഗത്തിലെ ഞങ്ങളുടെ പിതാവേ. ആമേൻ. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ വീണ്ടും ദൈവത്തിന് താഴ്ന്നിരിക്കാം. അല്പ നിമിഷങ്ങൾ കൂടെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് തുടർന്ന് നമ്മോട് ഇടപെടേണ്ടതിനായി സംസാരിക്കേണ്ടതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം, പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാം. 2 കൊരിന്ത്യർക്ക് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 14-ഉം 15-ഉം വാക്യങ്ങളൊന്ന് വായിച്ചാട്ട്. ക്രിസ്തുവിൽ ഞങ്ങളെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവർ ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസന തന്നെ. ആമേൻ. സ്തോത്രം. കർത്താവ് തന്ന വചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ക്രിസ്തുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയത്തോടെ
നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെക്കൊണ്ട് അവൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിൻ്റെ സൗരഭ്യവാസനയാകുന്നു. ചിലർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, അവർക്കോ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന തന്നെ. സ്തോത്രം. ആമേൻ. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ ഹല്ലേലൂയ ഈ ലേഖനം എഴുതുമ്പോൾ ഹല്ലേലൂയ റോമയിലെ ആമേൻ സ്തോത്രം ഒരു ഉത്സവത്തോട്, അല്ലെങ്കിൽ അവിടുത്തെ റോമ ഗവൺമെൻറ്റിൻ്റെ സൈന്യാധിപന്മാർ അന്യദേശങ്ങളിൽ പോയി യുദ്ധം ചെയ്ത് ജയിച്ചു വരുമ്പോൾ ആ ജയിച്ചു വരുന്ന സൈന്യാധിപനെ വരവേൽക്കുന്ന ഒരു സ്തോത്രം ഹല്ലേലൂയ കാര്യത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ വാക്യം എഴുതിയിരിക്കുന്നത്. സ്തോത്രം. റോമ ഗവൺമെൻറ് സൈന്യാധിപൻ അയൽ രാജ്യത്ത് കടന്നുപോയി യുദ്ധം ചെയ്ത് ആ രാജ്യത്തെ കുറേ ഭാഗം വെട്ടിപ്പിടിച്ച് ഏകദേശം 5000 പേരെയെങ്കിലും വധിച്ച് ആമേൻ മടങ്ങി വരുന്ന ആ മടങ്ങി വരവിൽ രാജാവും ദേശത്തെ ജനമെല്ലാം ആ സൈന്യാധിപനെ എതിരേൽക്കുന്ന ഒരു വരവേൽപ്പാണ് ആമേൻ സ്തോത്രം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ധൂമ്രവസ്ത്രം ധരിച്ച് പൊൻചെങ്കോലും കൈ പിടിച്ചുകൊണ്ട് 4 കുതിരകളെ കെട്ടിയ രഥത്തിൽ ധൂമ്രവസ്ത്രധാരിയായി ഈ സൈന്യാധിപൻ കടന്നു വരുമ്പോൾ അവൻ അകമ്പടിയായി മുമ്പിൽ ആമേ പാട്ട് പാടുവാനും ആമേ സ്തുതിഗീതങ്ങൾ പാടുവാനും ആമേൻ പുരോഹിതന്മാരും പാട്ടുകാരും ഒക്കെ ഉണ്ടായിരിക്കും. പുരോഹിതന്മാരുടെ കയ്യിൽ ആമേ ധൂപവർഗം ഉണ്ടായിരിക്കും. ആ ധൂപവർഗത്തിൽ ആമേൻ സ്തോത്രം വിവിധ തരത്തിലുള്ള ആമേൻ സുഗന്ധം കൊടുക്കുന്ന സുഗന്ധദ്രവ്യങ്ങളിട്ട് അതിനെ പുകച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ വശ്യമായ സുഗന്ധം ആമേൻ അത് സ്തോത്രം ആ ദേശം മുഴുവനും നറുമണം കൊടുക്കുന്നതായിരിക്കും. സ്തോത്രം. അങ്ങനെ കടന്നു വരുന്ന ആമേൻ ഹല്ലേലൂയ ആ സൈന്യാധിപൻ ജയാളിയായിട്ട് കടന്നു വരുമ്പോൾ ആ സൈന്യാധിപൻ്റെ പുറകിൽ ആമേൻ പിടിക്കപ്പെട്ട കുറേ സ്തോത്രം പടയാളികൾ കാണും. അന്യദേശത്തിന് വേണ്ടി യുദ്ധം ചെയ്തുവെങ്കിലും യുദ്ധത്തിൽ തോറ്റു അവർ പിടിക്കപ്പെട്ടവരായി അവരെ വിലങ്ങ് വെച്ച് ഈ സൈന്യാധിപൻ്റെ രഥത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന സ്തോത്രം ആമേൻ റോമ ഗവൺമെൻറ് പടയാളികൾ അവരെ നയിച്ചു കൊണ്ടിരിക്കുക. സ്തോത്രം. ചില നിമിഷങ്ങൾ കഴിയുമ്പോൾ ഹല്ലേലൂയ അവർ വധിക്കപ്പെടുവാനുള്ളവരാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന. ആമേൻ. അവർക്കോ ആമേൻ ജീവനിൽ നിന്ന് ജീവങ്കലേക്കുള്ള വാസന. സ്തോത്രം. ക്രിസ്തുവിനെ സ്വീകരിക്കാത്തവരും ക്രിസ്തുവിൻ്റെ കൽപ്പന അനുസരിക്കാത്തവരും ആമേൻ സ്തോത്രം ലോകത്തിൽ ദുഷ്ടത പ്രവർത്തിച്ച് ദുഷ്ടതയിൽ വ്യാപൃതരായിരുന്നവരുമായ മനുഷ്യൻ സ്തോത്രം ഹല്ലേലൂയ മരിച്ചു കഴിയുമ്പോൾ അതവന് നിത്യമരണത്തിലേക്കുള്ള വാസനയായി മാറുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ദൈവമക്കളായി ജീവിച്ചു മുന്നേറുന്ന ആമേൻ മറ്റൊരു കൂട്ടർക്ക് അത് ജീവനിൽ നിന്ന് നിത്യജീവനിലേക്കുള്ള വാസനയായി തീരുന്നു. ക്രിസ്തുയേശുവിൽ ഞങ്ങളെ എല്ലായ്പ്പോഴും ജയോത്സവമായി നടത്തുകയും എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് അവൻ്റെ
പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച ദൈവത്തിൻ്റെ മക്കൾ സ്തോത്രം തോറ്റു പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, ജയിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലായി തീരണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇവിടെ ആയിരിക്കുന്ന ഒരു കുഞ്ഞുപോലും സ്തോത്രം ഹല്ലേലൂയ തോൽക്കുവാൻ പാടില്ല, ജയാളികളായി തീരണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ആമേൻ. ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കുവാൻ കഴിയുമോ? ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുന്നവരായി, ദൈവത്തിന് സൗരഭ്യവാസനയായി തീരുന്ന യാഗങ്ങളായി മാറുവാൻ നമുക്ക് കഴിയുമോ? ഇന്ന് രാത്രികാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. സ്തോത്രം. ഏതെല്ലാം കാര്യത്തിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ജയിക്കണം? ആമേൻ. സ്തോത്രം. ഒന്നാമതായി അവൻ പിന്മാറ്റത്തെ ജയിക്കണം. സ്തോത്രം. ആമേൻ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ആമേൻ. യെരൂശലേമിലെ ഈ ജനമോ ഇടപെടാതെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചുകൊണ്ട് മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഞാൻ ശ്രദ്ധ വെച്ച് കേട്ടു. അവർ നേര് സംസാരിച്ചില്ല. അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ ആരും തന്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താന്റെ വഴിക്ക് തിരിഞ്ഞു പോയിരിക്കുക. സ്തോത്രം. പ്രൈസ് ലോർഡ്. കുതിര പടയ്ക്ക് പാഞ്ഞു പോകുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് പാഞ്ഞു പോയിക്കൊണ്ടിരിക്കുക. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഈ അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിന് ജനത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും വലിയ തോൽവി അവരുടെ പിന്മാറ്റമാ. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിക്കുമ്പോൾ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊരു കുറവ് നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. നീ ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്നോർത്ത് മാനസാന്തരപ്പെടണം. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ഒരു മാനസാന്തരത്തിനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കണം. സ്തോത്രം. നിങ്ങളാരും പിന്മാറ്റക്കാരാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് നിങ്ങളെ അറിയാം, എനിക്ക് എന്നെ അറിയാം. സ്തോത്രം. അവനവൻ നോക്കിക്കൊള്ളട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 19 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. 3:19 മുതൽ. ഞാനോ നിന്നെ ദത്തെടുത്തു, ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹരദേശം നൽകേണ്ടതിന് എങ്ങനെയെന്ന് വിചാരിച്ചു. നീ എന്നെ എന്റെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയുമില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗൃഹമേ. ദൈവം വിചാരിച്ചത് എന്തുവാ? ദൈവം ജാതികളിൽ നിന്ന് സ്തോത്രം തൻ്റെ സ്വന്തം ജനമായി ഒരു ജാതിയെ ദത്തെടുത്തിരിക്കുക. സ്തോത്രം. അപ്പൊ ആ ദത്തെടുക്കപ്പെട്ട ജനത്തിൽ നിന്ന് ദൈവത്തിന് ചില പ്രതീക്ഷകളുണ്ടായിരുന്നു. എന്നാൽ ആ പ്രതീക്ഷകൾ ഒന്നും ആമേൻ സ്തോത്രം പ്രാബല്യത്തിൽ വരാതെ വണ്ണം ദൈവത്തിൻ്റെ ജനം എന്ത് ചെയ്തു? ദൈവത്തിൽ നിന്ന് അകന്നുപോയി. താഴ്ത്ത് വായിച്ചിട്ട്. നീ എന്നെ പിതാവേ എന്ന് വിളിക്കും, എന്നെ വിട്ടുമാറുകയില്ല എന്ന് ഞാൻ വിചാരിച്ചു. ഇസ്രായേൽ ഗൃഹമേ. ഇനി യിരെമ്യാ 4:1 വായിച്ചാട്ട്. നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്നുകൊള്ളുക എന്ന്
യഹോവയുടെ അരുളപ്പാട്. ആമേൻ, സ്തോത്രം. ഒരു മടങ്ങി വരവനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രികാലം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ആദിമ നാളുകളിലെ പോലെ, രക്ഷിക്കപ്പെട്ട നാളുകളിലെ പോലെ ദൈവത്തോട് അടുത്തിരിപ്പാനുള്ള വാഞ്ച കുറഞ്ഞു പോയിരിക്കുക. സ്തോത്രം. ആദ്യ സ്നേഹം ആമേൻ വിട്ടുകളഞ്ഞിരിക്കുക. മറ്റ് സ്തോത്രം ആദ്യ സമയത്ത് രക്ഷിക്കപ്പെട്ട നാളുകളിൽ എവിടെയൊക്കെ ആരാധനയുണ്ടോ അവിടെ എല്ലാം പോയി ആരാധനയെ സംബന്ധിക്കുമായിരുന്നു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. ഇപ്പോൾ ആരാധനയ്ക്ക് വരാൻ സമയമില്ല. വീട്ടിൽ കുടുംബ പ്രാർത്ഥനയില്ല. സ്തോത്രം. ഞാൻ ചോദിക്കുന്നില്ല എത്ര പേര് കുടുംബ പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന്. സ്തോത്രം. വചനം ആമേൻ ധ്യാനിക്കുന്നില്ല. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളോട് സ്തോത്രം സാമ്പാർ ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളുടെ മാതാപിതാക്കന്മാർ ഇന്നത് ചെയ്യണമെന്ന് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് ചോദിച്ചപ്പം കുഞ്ഞുങ്ങൾക്ക് പറയാൻ ഇതിലുണ്ടായിരുന്നു. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്നത് ചെയ്യണം, നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം, അവരെ പഠിപ്പിക്കണം. രാത്രിയിൽ അല്പസമയം കുഞ്ഞുങ്ങളുമായിട്ട് നാം വേർതിരിക്കണം. ആ സമയത്ത് വേണം അവരുടെ മുന്നോട്ടുള്ള കാര്യങ്ങൾ അവരെങ്ങനെ ആമേൻ സ്തോത്രം മുന്നോട്ട് പോകണമെന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. നമ്മെ എങ്ങനെ കർത്താവ് കൊണ്ടുവന്നു, എങ്ങനെ നമ്മൾ ഇതുവരെ എത്തി, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ നാം എങ്ങനെ ആയിരുന്നു, അവിടെ നിന്ന് കർത്താവ് നമ്മെ എങ്ങനെയാ വിടുവിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയണം. നാം ബുദ്ധിമുട്ടുകളിൽ കൂടെ പോയ സമയത്ത്, പ്രതികൂലങ്ങളുടെ നടുവിൽ നാം ആയിരുന്ന സമയത്ത്, തീച്ചുള്ളിയുടെ അനുഭവത്തിൽ കൂടെ നാം കടന്നുപോയ സാഹചര്യങ്ങളിൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം ഇറങ്ങി വന്ന് നമ്മെ വിടുവിച്ച വിടുതലുകളെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളോട് നാം വിവരിച്ചു കൊടുക്കണം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, അവർ അവനെ കുഞ്ഞാടിനെ രക്തഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിயின் വചനം ഹേതുവായിട്ടും ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. പിന്മാറ്റക്കാരെന്ന് പറയുമ്പോൾ എന്തെങ്കിലും നിസ്സാര കാര്യങ്ങളിൽ പെട്ടിട്ട് പ്രാഗൽഭ്യം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ. സ്തോത്രം. അവിടെയാണ് യേശുവിൻ്റെ രക്തത്തിൻ്റെ ആവശ്യം വരുന്നത്. അവിടെയാണ് വചനത്തിൻ്റെ ആവശ്യം വരുന്നത്. അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷിயின் വചന ഹേതുവായിട്ടും ജയിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ല എങ്കിൽ നമുക്ക് ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ട്. സ്തോത്രം. ഹൃദയം കുറ്റം വിധിക്കുന്ന എന്തെങ്കിലും വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തിയാൽ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സന്നിധാനത്തിലേക്ക് നാം അടുത്ത് ചെല്ലണം. സ്തോത്രം. ആമേൻ. പാപികളെ കൈകളെ വെടിപ്പാക്കുവീൻ, ഇരുമനസ്സുള്ളവരെ ആമേൻ ദൈവസന്നിധിയിൽ ആമേൻ സങ്കടം ബോധിപ്പിച്ച് കരയുവീൻ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കരയണം, നിലവിളിക്കണം. യേശുവേ, നിൻ്റെ രക്തം ഒന്നുകൂടെ എൻ്റെ മേൽ ഒഴിക്കണമേ, എന്നെ ഒന്നുകൂടെ കഴുകണമേ, എന്നെ ഒന്നുകൂടെ ശുദ്ധീകരിക്കുമാറാകണമേ. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം അത് ശുദ്ധീകരിക്കുന്ന വചനമാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. നമ്മെ എപ്പോഴും ജയോത്സവമായി നടത്തുകയും വായിച്ചാട്ടെ എല്ലായിടത്തും ഞങ്ങളെ കൊണ്ട് ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൻ്റെ വാസന വെളിപ്പെടുത്തുകയും ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും
നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ക്രിസ്തുവിന്റെ സൗരഭ്യ വാസനയാകും. ആമേൻ. ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. ഇവർക്ക് മരണത്തിൽ നിന്ന് മരണത്തിലേക്കുള്ള വാസന, നമ്മൾക്കോ ജീവനിൽ നിന്ന് ജീവനിലേക്കുള്ള വാസനയായി മാറുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് എല്ലാ പിന്മാറ്റത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവസേന എഴുന്നേറ്റ് നിന്നാട്ട്. പറന്നീടും ഞാൻ മാറുരൂപമായി പരമേശ്വരാജൻ സന്നിധിയിൽ. പറന്നീടും ഞാൻ മാറുരൂപമായി പരമേശ്വരാജൻ സന്നിധിയിൽ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധാ സംഘം ചേരാൻ നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ മകരമതിൽ. കൈകളാൽ തീർക്കപ്പെടാത്തതാ പുതുശാലേ മകരമതിൽ. സദകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുമേ. സദകാലം ഞാൻ മണവാട്ടിയ പരനോടു കൂടെ വാഴുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധാ സംഘം ചേരുന്നേ. എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുദ്ധവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ജീവനും വേറുത്ത വീരന്മാർ, നീതിമാന്മാരായ സിംഹന്മാർ, ജീവനും വേറുത്ത വീരന്മാർ വിളകേണേ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. വിളകേണേ നീ ഗാനം പാടുമ്പോൾ ഞാനും ചേർന്നു പാടിടുമേ. ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സാധാ സംഘം ചേരാൻ നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. എന്നെ എതിരേൽക്കുവാൻ സാധാ സംഘം ചേരാൻ നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയ എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ 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 സാജമർ പ്രാർത്ഥിച്ചാട്ട്. നല്ല ദൈവമേ സ്തോത്രം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. വിവിധ സ്ഥാനങ്ങളിലായിരുന്ന ഞങ്ങളെ കൂട്ടിവരുത്തി വലിയ സ്നേഹത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ ഓർക്കുവാനും തിരുനാമത്തെ സ്തുതിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന കൃപയ്ക്കായി ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആരാധനയുടെ ആരംഭം മുതൽ ഇതുവരെയും ദൈവിക സാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിക്കുവാൻ സ്തോത്രം. ഞങ്ങൾ
ഞങ്ങളുടെ കുറവശങ്ങളും ഞങ്ങളുടെ ബലഹീനതകളും ഇവിടെ ഓർക്കാതെ റബാന ഞങ്ങളെ ഗദന സ്നേഹിച്ച ഭൂഷമനക ദൈവസ്നേഹത്തെ ഗലക സന്ദരമനക ഓർക്കുവാൻ ദലാദലമ. നന്ദിയോടെ സ്തോത്രം ചെയ്തു കർത്താവേ. ഇന്നത്തെ ആരാധന ഏറ്റവും അനുഗ്രഹമാക്കി തീർത്തതിനായി ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം കർത്താവേ. ദേവദാസനെ നല്ല വചനങ്ങളെ കൊണ്ട് അധികം ബലമായി തീരുവാൻ തൊക്കൊണ്ട് ഇടയാകണം. ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിന്റെ വാസന വെളിപ്പെടുവാൻ ജീവിതത്തെ അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധിയിലേക്ക് വിശദീകരിക്കപ്പെടുവാൻ തൊക്കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം, ശക്തീകരിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനായി സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭാരത്തോടെ പ്രയാസത്തോടെ വന്ന എല്ലാവരെയും ദൈവം അവിടുന്ന് ബലപ്പെടുത്തിയിരിക്കുക. കൂടിയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇപ്പോൾ നാഥ ഞങ്ങൾ പിരിയാത്ത വലിയ സാന്നിധ്യം ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. തമ്മിൽ കാണുവരെയും രക്തകോട്ടകളിൽ മറച്ചുകൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആ ജീവനെ തന്ന യേശു ക്രിസ്തുവിന്റെ അൻപുള്ള നാമത്തിൽ താഴ്മയെ അപേക്ഷിക്കുമ്പോൾ ദൈവതോന്നി പ്രാർത്ഥന കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയായ യഹോവയേ, മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ, വന്ദനം നിനക്കാമേ. സകല ബുദ്ധിയെയും കവിഞ്ഞ ദൈവത്തിന്റെ സമാധാനം ഞങ്ങൾ പ്രാർത്ഥിച്ച വിഷയങ്ങളോടും കടന്നുപോകും ജനത്തോടും ഭൂമിയിലുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ ഇന്ന് വരുന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. അറുക്കപ്പെട്ട ദൈവഞ്ഞാണ്ട് മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണം. Oh, create